ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഇതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് മോനൊക്കെ 10 കൊണ്ട് കൊടുത്ത് വന്നിട്ട് ഇതാ എനിക്കും ഉക്കാക്കും മോനക്കുള്ള ചായയൊക്കെ ഒന്ന് വെക്കുന്നു കേട്ടോ. ഇക്കാക്കും മോനും ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ചായ കുടിച്ചു കേട്ടോ. എന്നിട്ട് ഇതാ എൻ്റെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2-3 ഓർഡറും കൂടി ഉണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കാണ് കേട്ടോ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുക. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് ആ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൾക്കൊരു 7:15 7:30 ഉള്ളിൽ കോളേജിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും മോന് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അവൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അവനങ്ങനെ പോവുകയാണ്. പിന്നെ വേഗം മോൾക്ക് കറി കൊണ്ടുപോകാൻ സോയാ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ചോറ് വന്നതിന് ശേഷം ചോറൊക്കെ ഒന്ന് വേഗം പാത്രത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നെയ്സ്പത്തിൻ്റെ ഒരു ഓർഡറും കൂടെ ഉണ്ട്. അതിനുള്ള പൊടിനൊക്കെ ഒന്ന് ഞാൻ വേഗം അളന്നെടുക്കുകയാണ്. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ മോൾക്ക് ബസ് വരാനായെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം നേസ്പത്രിക്കുള്ള മാവിനൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മാവിന് ഞാനിതാ വേഗം മിഷീനിലിട്ട് കുഴച്ചു. പിന്നെ അതിന് പരത്തി വേഗം ചുട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ 10 മണിക്കുള്ള ഓർഡറാണ് കേട്ടോ. പത്തിരി ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ വേഗം അതിനേക്കൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. പാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അവർ വന്നാൽ വേഗം അത് എടുത്തു കൊടുക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്തുള്ള പണി നോക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാനെന്ന് പത്തിരി തന്നെയാണ്. പിന്നെ ഞാനിതാ വേഗം തേങ്ങ അരയ്ക്കാത്തൊരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും കൂടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും ഈ മോനും കൂടെ കഴിക്കുകയാണ്. മോന് ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവനൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഇനി എനിക്ക് ഉച്ചയ്ക്ക് ഒരു ബിരിയാണിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. അതിൽ ചിക്കൻ മേടിക്കാൻ പോയിക്കായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാനിതാ വേഗം അതിനെ കഴുകിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഞാനിതാ കഴുകിയെടുത്തു. പിന്നെ എനിക്ക് ഓർഡർ കൂടുതലുള്ളതുകൊണ്ട് ഒരു ചേച്ചി എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചേച്ചിക്ക് ചായക്ക് വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ വേഗം ബിരിയാണിക്കുള്ള ചിക്കൻ ഗ്രേവിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ ബിരിയാണി വയ്ക്കുക. ചിക്കൻ ഗ്രേവി ഉണ്ടാക്കും. പിന്നെ നമ്മൾ ബിരിയാണി റൈസ് വേറെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. ചിക്കൻ ഒരു പകുതി വേവായപ്പോൾ ഞാനിതാ ചെറിയ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം റൈസും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് 3 കിലോൻ്റെ ബിരിയാണി ഓർഡറാണ് കേട്ടോ. അതിന് ഞാൻ ഒരു വട്ട അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ കുറച്ച് ഉള്ളിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിനെയും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ അതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് പട്ടയും കറാമ്പും ഏലക്കയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3 സബോള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ 6 തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ വേഗം ഒന്ന് വാടിക്കിട്ടും. ഇനി ഞാനിതാ അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ചതച്ച പേസ്റ്റാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് പോരാൻ തോന്നിയാൽ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു വലിയ നാരങ്ങൻ്റെ നീരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ നാരങ്ങ വെച്ചാൽ 2 എണ്ണത്തിൻ്റെ നീര് ചേർക്കാം കേട്ടോ. ചോറ് ഒട്ടാതിരിക്കാനാണ് കേട്ടോ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് ഞാനിതാ ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ കുറച്ച് റെഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല മണം ഉണ്ടാവും കേട്ടോ. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ കറി റെഡിയാകും. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ അരി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ഞാൻ അരമണിക്കൂർ കുതിർത്തി എടുത്താണ് കേട്ടോ. കുതിർത്തിയതിന് ശേഷം ഞാനിതാ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ ദാ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് അതിന് മേലെ കുറച്ച് കനൽ കോരിയിട്ട് കൊടുക്കാം. കനലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് അടി പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനിതാ അതിലെ കനലൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ടിതാ അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത്, ക്യാരറ്റ് കട്ട് ചെയ്ത്, പിന്നെ നമ്മൾ അണ്ടിപ്പരി മുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതാ അതിന് മേലെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ അതിന് മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിപ്പരി മുന്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി കൊടുക്കാറ്. അങ്ങനെ റൈസൊക്കെ റെഡിയായി. പിന്നെ സലാഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ നമ്മൾ മേടിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ വേഗം അലുമിനിയം ഫോയിലും കൊണ്ടൊക്കെ ഒന്ന് മൂടി റെഡിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ 1 മണിയാകുമ്പോഴേക്കും കൊടുക്കേണ്ടതാണ് കേട്ടോ. പ്ലേറ്റും ഗ്ലാസും സലാഡും അച്ചാറും എല്ലാം അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മോനും കൂടെ കേട്ടോ ഇത് കൊണ്ടു കൊടുക്കുക. അങ്ങനെ അതൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ ഞങ്ങൾ ഊണഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഒരു ഓർഡറും കൂടെ ഉണ്ട്. നെയ്സ്പത്തിൻ്റെ ഓർഡർ തന്നെയാണ് കേട്ടോ. അതിന് വേഗം മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. മാവ് വാട്ടിയെടുത്തിട്ട് പിന്നെ വേഗം അതിനെ മെഷീനിട്ട് കുഴച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പരത്തി ചുട്ടെടുക്കുകയാണ്. അങ്ങനെ പത്തിരി ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ട് പാത്രം കഴുകലും തുടയ്ക്കലും വൃത്തിയാക്കലൊക്കെ ചേച്ചിയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാനിതാ വേഗം അതിനെ പാക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇതിപ്പോൾ 5 മണിക്കുള്ള ഓർഡറാണ് കേട്ടോ. 2 അട്ടപ്പെട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അതിൽ കൊള്ളാത്ത അലുമിനിയം ഫോയിൽ വിരിച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ വന്ന് പത്തിരിയൊക്കെ കൊണ്ടുപോകുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.